ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിവിടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇവിടെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേ രീതിയിൽ തൊലിയെല്ലാം ചെത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് വൈകിട്ട് ചായയോടൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഒരു സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇത് വെന്തോന്ന് നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു ഇടികല്ലെടുത്തു. അതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളക് ഇട്ടു. ഞാൻ കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഞാൻ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളകും ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഇനി ഒരു നുള്ളി ഉപ്പും കൂടി ഇടുകയാണ്. കാരണം ഞാൻ മധുരക്കിഴങ്ങിനകത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചായയോടൊക്കെ വൈകിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. മധുരക്കിഴങ്ങിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും വ്യത്യസ്തമായ ഒരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു.